വേണ്ട, ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കി ഈ കൈ ഒന്നുകൂടി പൊക്ക്. പൊക്കിയാ നീ എന്ത് ചെയ്യടാ? നിന്നെ പച്ചയ്ക്ക് കൊത്തി നുറുക്കും ഞാൻ. എന്താ സംശയമുണ്ടോ? പെണ്ണുങ്ങളെ തല്ലുള്ള ശീലം തനിക്കുള്ളൂ, നല്ല ആണുങ്ങളെ താൻ കണ്ടിട്ടില്ല. താൻ വലിയ തന്റെ അടിയല്ലേ? പൊക്കടാ. ഇന്നു മുതൽ ഈ മുഖം ബേബി മറക്കില്ലടാ, ഓർത്തു വെച്ചോ. ദേ ഈ മുഖം കൂടി. ബേബി നിന്നെയൊന്നും പേടിച്ചു പോവല്ലടാ, നമ്മൾ നേർക്കുനേറൊന്ന് കാണും. ആശാന്റെ പുതിയ അവതാരത്തോട് എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തേരെ. നിന്നെ കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? നീ പണ്ട് മണ്ണപ്പിച്ചുണ്ട കാര്യം പറയണോ? പോടാ പോടാ അവിടുന്ന്. നീ പോ. മോളെ 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 മാറിക്കടാ. മോളെ ആശാനെ, എന്റെ മോളെ. വണ്ടി വിളിക്കടാ. എന്തായാലും കർത്താവ് തുണച്ചു. 6 സ്റ്റിച്ചുണ്ടെന്നല്ലാതെ മറ്റൊന്നും എൻ്റെ മോൾക്ക് സംഭവിച്ചില്ലല്ലോ. വീണ് കഴിഞ്ഞ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ അയാൾ സ്നേഹമുള്ളതല്ലേ അമ്മച്ചി? നിന്റെ അപ്പച്ചൻ മാത്രം കണ്ണി ചോരയില്ലാത്തവനായിപ്പോയി. ഊരും പേരും അറിയാത്ത അയാൾ വലിയ കാരുണ്യമാ കാട്ടിയത്. എന്താ അമ്മച്ചി അപ്പച്ചന് നമ്മളോടൊത്ര ശത്രുത? ഞാനിപ്പോൾ വീടും സ്ഥലവും വിൽക്കാൻ തടസ്സമാണെന്നല്ലേ പറയുന്നത്? കടം വീട്ടാതെ പലിശ കയറി മൂടിയുന്നു, ഇത് സത്യം. പക്ഷെ ബാങ്കുകാരുടെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും വസ്തു പോകാതെ കഴിച്ചു കൂട്ടാനാണ് ഞാൻ വിചാരിക്കുന്നത്. അയാൾ അത് വിറ്റു തുലച്ചാൽ നമ്മൾ രണ്ടുപേരും വഴിയാധാരമാവും മോളെ. മദ്യക്കച്ചവടത്തിൽ ഏർപ്പെട്ടതുകൊണ്ടല്ലേ കേസ് വന്ന് ജാമ്യത്തുക അടക്കം കോടതിയിൽ കാശ് കെട്ടിവെക്കേണ്ടി വന്നത്. ഒന്നും നമ്മളായിട്ട് വരുത്തിയതല്ലോ. ഇതൊന്നും ഒരു കാരണമല്ല അമ്മച്ചി. സ്നേഹമുള്ളൊരപ്പൻ്റെ മകളായി വളരാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നില്ല. ഏറെ സ്നേഹം തന്നൊരു അച്ഛനമ്മയും കുഞ്ഞുനാൾ നഷ്ടപ്പെട്ടവനാണ് ഞാൻ. അതും ഒരു ഭാഗ്യക്കേടായി വേണമെങ്കിൽ കാണാം. പക്ഷെ ഞാൻ ജീവിക്കുന്നത് എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയാ. ഇയാൾക്ക് തൻ്റെ അമ്മയുടെ സ്നേഹം മാത്രം പോരെ ജീവിതത്തിൽ വെളിച്ചമേകാൻ. നമ്മൾ പറയില്ലേ സ്വർഗത്തിലെയും നരകത്തിലെയും കഥകൾ, അതുപോലെ ദൈവം ഈ കൂട്ടർക്ക് അങ്ങനെ ഒരു വിധി നടപ്പാക്കും. അതൊരു സത്യം തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറയുന്നോണ്ട് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കാന്ന് കരുതണ്ട. മോന്റെ വീട് എവിടാണെന്ന് പറഞ്ഞില്ലല്ലോ. പരിചയപ്പെടാനുള്ളൊരവസ്ഥയിലായിരുന്നില്ലല്ലോ നമ്മൾ, അതുകൊണ്ട് ചോദിച്ചതാ. പുതുശ്ശേരിക്കാവ് കേരളത്തിന്റെ വടക്കൻ പ്രദേശത്തുള്ള ഒരു ഗ്രാമ. കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ പെങ്ങക്ക് വേണ്ടിയാ ജീവിക്കുന്നതെന്ന്. അച്ഛനും അമ്മയും എങ്ങനെയാ നഷ്ടപ്പെട്ടെ? അവര് മാത്രമല്ല, എൻ്റെ ഏട്ടനുണ്ടായിരുന്നു. പറയുമ്പോ എനിക്ക് എൻ്റെ പെങ്ങളെ കാണുമെന്ന് തോന്നും. അതങ്ങനെയാ. മോളെ ആശാൻ വന്നല്ലോ, എന്നാ ഞാനങ്ങോട്ട്. നീ അവിടെ പോവാ, നീ അവിടെ നിൽക്ക്. മോളെ 2 ദിവസം കഴിഞ്ഞ് വിടാന്നല്ലോ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ നീ ഇവിടെ കാണണം. സാരമില്ല, അമ്മച്ചി ഇവിടെ ഉണ്ടല്ലോ. വീണപ്പോഴേ എടുത്തോണ്ട് ഓടാൻ ഈ ചെക്കനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പോകാനോ? കാര്യം കഴിയുമ്പോ മൂട്ടിലെ പൊടി തട്ടിക്കളയുന്നത് അവരടി വേണ്ട. കണ്ടോ അമ്മച്ചി, ഞാൻ അങ്ങനെ പറഞ്ഞതാണോ? അതവിടെ ഒരു ബുദ്ധിമുട്ടാകണ്ടെന്ന് വെച്ച് പറഞ്ഞതല്ലേ. അയ്യോ, അത് എവിടെ നിന്നൊന്ന് പറഞ്ഞേ? അവിടെ. ഓ അവിടെ. അപ്പൊ അങ്ങനെയായല്ലേ. അവനൊരു സൽപ്പേരുണ്ട്, അത് നിനക്കറിയാമോ? സൽപ്പേരോ? എനിക്കോ? സൽപ്പേര് രാമൻകുട്ടി. ശരൺ 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 അല്ലേ? എന്തായിരുന്നു പ്രകടനം! ഹോ, സത്യം പറഞ്ഞ എൻ്റെ രോമകൂപങ്ങളൊക്കെ വഴി പോലെ അങ്ങ് എഴുന്നേറ്റുപോയി. മത്തുവേവിയുടെ ശൗര്യമൊക്കെ പൊത്തിപ്പോയി ഒളിച്ചു. വർക്ക്ഷോപ്പിൽ ഒരാൾ വരുന്നത് ദേ ഇപ്പോഴാ. എൻ്റെ പൊന്നുമോനെ. അത് പോട്ടെ, ആ കവറിലെ മുന്തിരി ആപ്പിളും ഉണ്ട്, എടുത്ത് തിന്നല്ലേ. അതിനകത്ത് പൈൻ്റ് വിലയിരിപ്പുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ ഏൽപ്പിക്കണം. അല്ലാതെ തന്നെ ഇരുന്ന് അടിച്ച് പൂത്താകരുത്. ഞാൻ വരട്ടെ എന്നാ. ആശാനെ, ഓ എന്നാ ഉടുക്കാനുള്ളതൊന്നും എനിക്ക് വിൽക്കുമില്ല. ശരൺ ഇവിടെ നിപ്പുണ്ടല്ലോ, ഞാൻ പെട്ടെന്നൊന്ന് വീട്ടിൽ പോയിട്ട് വന്നാലോ? മോന് ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ടെന്നായി പറയുന്നേ? വർക്ക്ഷോപ്പിൽ മിട്ടുകൊണ്ട്
പിന്നെ പപ്പന് പുറത്തിച്ചിട്ട് പണിയുണ്ടെങ്കിലും അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. ഞാനും ഇപ്പൊ അങ്ങോട്ടല്ലേ പോന്നേ. നമുക്ക് ഒന്നിച്ചിറങ്ങാം. ശരണേ, മോളുടെ കാര്യം ഒന്ന് നോക്കണം. ശരി അച്ഛനെ. എന്നാ വാ മോളെ, എടുത്ത് കഴിച്ചോണം. ശരീരമൊക്കെ മൂക്കുറ്റി പോലെ വരട്ടെ. ഞാൻ പുറത്തു തന്നെ ഉണ്ടാവും. ഒന്ന് മയങ്ങിക്കോ, നല്ല വേദന ഉള്ളതല്ലേ. എൻ്റെ അപ്പച്ചൻ ചതിയനാണ്, സൂക്ഷിക്കണം. ഞങ്ങൾ കാരണം നിങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അതൊന്നും ഓർത്തില്ല എന്നെ വിഷമിക്കണ്ട. ആ സാഹചര്യത്തിൽ പെട്ടെന്ന് പ്രതികരിക്കേണ്ടി വന്നു. ഇല്ലെങ്കിൽ തൻ്റെ അമ്മയെ അയാള്... എനിക്കും അമ്മച്ചിക്കും ഇപ്പം അതാ പേടി. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചോട്ടെ, പക്ഷെ ഒന്നും അറിയാത്ത നിങ്ങൾ... ജീവനിൽ എനിക്ക് പേടിയില്ല കുട്ടി. എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് സംഭവിക്കും. ദൈവത്തിന് വിധി എന്താണെങ്കിലും അതേ നടക്കൂ. ലേന